നിരന്തരം നമ്മൾ കോപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും, അത് സംസ്കാരമായിട്ട് തീരും. നിരന്തരം കോപിക്കുകയാണെങ്കിൽ അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? ഇത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, ശരീരത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ശരീരത്തിലത് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തണമെങ്കിൽ ഈ ശീലങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ ഉള്ളിലുള്ള കോപം, വിദ്വേഷം, വെറുപ്പ്, അസൂയ ഇതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഈ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും. അത് ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ അത് നമുക്ക് വേദനയായിട്ട് തീരും. നമ്മൾ വേദനിച്ചു കഴിഞ്ഞാൽ നമുക്കൊപ്പമുള്ള ആളുകളും വേദനിക്കും. അപ്പോൾ ചെറിയതായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ട് ഈ നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളെ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. ഓരോ തുള്ളി വെള്ളവും പാത്രത്തിൽ വീണ് നിറയുന്നത് പോലെ ഓരോ ദിവസത്തെ നമ്മുടെ ശരിയായ രീതിയിലുള്ള പരിശീലനം കൊണ്ട് നമുക്ക് ഈ നിഷേധാത്മകമായ വികാരങ്ങളെ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും. ശാന്തമാക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ